നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നത്തെ ഐറ്റം ഒരു അടിപൊളി ഉപ്പും എരിവും മധുരമൊക്കെ കലർന്ന ഒരു പിക്കിളാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഗ്രേപ്സ് കൊണ്ടുണ്ടായ പിക്കിൾ. എനിക്ക് കുറച്ച് ഗ്രേപ്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ഈ ഗ്രേപ്സ് വെച്ചിട്ട് ഒരു അടിപൊളി നല്ല സൂപ്പർ ആയിട്ട് കേട്ടോ ടേസ്റ്റ്. അപ്പൊ നിങ്ങളുമായിട്ട് ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പി ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യൂ. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷനും വരും കേട്ടോ ഞാനിടുന്ന വീഡിയോന്റെ. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗ്രേപ്സ് ഒരു 15 എണ്ണം 4 പീസായി കട്ട് ചെയ്തതാണ് എടുക്കേണ്ടത് കേട്ടോ ഈ പിക്കിൾ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കുറച്ച് നല്ലോണം വേണം. നല്ലെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകും കൂടിയിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ കുറച്ച് ഒരു 2 ചുവന്ന മുളക് പൊട്ടിച്ചതും കറിവേപ്പിന്റെ ഇലയും പിന്നെ ഒരു 1/8 ടീസ്പൂണോളം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/8 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം. 1/8 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിലേക്ക് ഇനി ബാക്കി ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേപ്സും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഗ്രേപ്സ് ഒരുപാട് പഴുത്ത് കുഴഞ്ഞതല്ല കേട്ടോ, ഇത് കുറച്ചൊരു കട്ടിയായിട്ടുള്ള ഗ്രേപ്സ് ആയിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യണം. അതിന്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ബ്ലാക്ക് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. ബ്ലാക്ക് സോൾട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ റെസിപ്പിക്ക്. പിന്നെ ഒരു 2 ടീസ്പൂൺ നല്ല കട്ടിയായിട്ടുള്ള ശർക്കര പാനിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിക്കിള് സൂപ്പറായി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഓഫ് ചെയ്യാം നമുക്ക്. എല്ലാവിടേക്കും മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇത് ഇങ്ങനെ ഇപ്പൊ വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ പിക്കിൾ. ഇത് ബിരിയാണിയുടെ കൂടെയും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാം. ഇത് കണ്ട് ഒരു അരമണിക്കൂർ ആകുമ്പോൾ തന്നെ ഇതിലേക്ക് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഇത് നല്ലവണ്ണം വെള്ളം ഇറങ്ങി. ഈ വെള്ളം തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു വെറൈറ്റി പിക്കിൾ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇന്നത്തെ ഇൻസ്റ്റന്റ് ഗ്രേപ്പ് പിക്കിൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ റെസിപ്പീസ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.